ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ചെറുനാരകം പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ. ചെറുനാരകം ഒരു ചെറിയ ചെടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. എല്ലാ കമ്പിലും നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കണ്ടാ, ഇതേ നന്നായിട്ട് എല്ലാ കമ്പിലും നന്നായിട്ട് പൂവ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ പൂക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഇത് നനച്ചു കൊടുക്കുമായിരുന്നു. ആ നനച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഒരു ചെറിയ ടിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പരീക്ഷണമാണ് ഇതിങ്ങനെ നിറയെ പൂവിടാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഞാനിതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ മറ്റ് പല കാർഷിക വീഡിയോകൾ ചെയ്യുമ്പോഴും അതിന് വളമായിട്ട് ഈ ഒരു സംഭവം ചെയ്താൽ വളരെ നല്ലതാണ്. പൂക്കളുണ്ടാവുന്ന ആയാലും അതേപോലെ കായകളുണ്ടാവാനായാലും ഇത് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്, അല്ലെങ്കിൽ ചെടികൾക്ക് വളരെയധികം നല്ലതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, നമ്മൾ ഈ ചെടിക്ക് ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഒരിക്കലാണ് നനയ്ക്കാറുള്ളത്. ആ സമയത്ത് ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതായത് ഇന്നത്തെ കഞ്ഞിവെള്ളം, ഇന്ന് രാവിലത്തെ കഞ്ഞിവെള്ളം, നാളെ വൈകിട്ട് കഞ്ഞിവെള്ളം എത്രയാണോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട്, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഈ ചെടിയുടെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇങ്ങനെ പൂവിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു പരീക്ഷണാടിസ്ഥാനം ചെയ്തതായതുകൊണ്ട് റിസൾട്ട് കാണിച്ചുകൊണ്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ.